പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള SCERT സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, അതായത് 8 to 12 സ്റ്റാൻഡേർഡ് വരെയുള്ള പുസ്തകങ്ങളിൽ കാണുന്ന SCERT ഫോറിൻ ഫ്രേസസ്, അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ട്. അതിന്റെ ആ ഫസ്റ്റ് പാർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന രണ്ടാമത്തെ പാർട്ട് നമ്മൾ ആകെ 180ഓളം ഫോറിൻ ഫ്രേസസ് ആണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിലെ ഫസ്റ്റ് പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇതിപ്പോ സെക്കൻഡ് പാർട്ട്. ഇവിടെ നമ്മൾ 50 എണ്ണമാണ്. ഓരോ പാർട്ടിൽ നമ്മൾ 50 എണ്ണം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ കൂടുതലായിട്ടും പറയുന്നില്ല, നമുക്ക് രണ്ടാമത്തെ സെഷനിലേക്ക് വരാം. അവിടെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഫോറിൻ ഫ്രേസ് എന്ന് പറയുന്നത് കുയി ബോണോ എന്നതാണ്. കുയി ബോണോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ചോദ്യ രൂപത്തിലാണ് ഈ ഫ്രേസ് വരിക. ഫോറിൻ ഫ്രേസ് കുയി ബോണോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഹു സ്റ്റാൻഡ്സ് ടു ഗെയിൻ എന്നാണ്. ഏത് ഫ്രേസ് ആണ്? ലാറ്റിൻ ഫ്രേസ് ആണ്. എന്നുവെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന്റെ ഫലം അനുഭവിക്കുന്നത് അർത്ഥമില്ല. നേട്ടം അർത്ഥം ഗെയിൻ. ഓക്കെ, അപ്പം ആ ലാഭം കൊയ്യുന്നത്, അതിന്റെ ഫലം കൊയ്യുന്നത് ആരാണ്? കുയി ബോണോ. ഇത് ഇങ്ങനെ നമ്മൾ ചോദിക്കുക എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടായിരിക്കും. ഫ്രം എ ക്രൈം ആൻഡ് സോ മൈറ്റ് ഹാവ് ബീൻ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അതായത് ഒരു ക്രൈം ഒരാൾ ചെയ്തു, അവിടെ ആ ക്രൈം ആരാണ് നമുക്ക് അറിയുന്നില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ചോദിക്കുന്നതിന്റെ ഈ ക്രൈം ചെയ്തതിന്റെ ഫലം ഇനി ആരാണ് അനുഭവിക്കുക? ദാറ്റ് മീൻസ് ഹു കമ്മിറ്റഡ് ദ ക്രൈം, അല്ലെ? അപ്പൊ ആ അർത്ഥമാണ് അവിടെ വരുന്നത്, ഹു സ്റ്റാൻഡ്സ് ടു ഗെയിൻ. അപ്പോ കുയി ബോണോ ഇതാണ്, ഹു സ്റ്റാൻഡ്സ് ടു ഗെയിൻ, ഇതാണ് വരിക അർത്ഥം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം ഡി ഫാക്ടോ. അത് നമുക്കറിയാം, ലാറ്റിൻ ആണ്. എന്താണ്? ഇൻഫാക്ട് എന്നാണ്. ഇൻഫാക്ട്, വാസ്തവത്തിൽ, യഥാർത്ഥത്തിൽ എന്നൊക്കെയാണ് ഇൻഫാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡി ഗ്രേഷ്യ, അത് ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അടുത്തത് ഡേജാ വു, അത് ഫ്രഞ്ച് ആണ്. ഓക്കെ, എന്താണ് അർത്ഥം? എ സെൻസ് ഓഫ് ഹാവിങ് എക്സ്പീരിയൻസ്ഡ് ദ പ്രസന്റ് സിറ്റുവേഷൻ ബിഫോർ. അതായത് ഇപ്പോ നിലവിലെ ആ സിറ്റുവേഷൻ നമ്മൾ നേരത്തെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു തോന്നൽ വരും. ആ ഒരു തോന്നലിനെയാണ്, ആ സെൻസിനെയാണ് നമ്മൾ ഡീജാവു എന്ന് പറയുന്നത്. അടുത്തത് ഡീജുവർ, എന്താണ്? ലാറ്റിൻ ഫ്രേസ് ആണ്. അർത്ഥം റൈറ്റ്ഫുൾ, ബൈ റൈറ്റ് എന്നാണ്. റൈറ്റ്ഫുൾ അല്ലെങ്കിൽ ബൈ റൈറ്റ്, ലിറ്ററലി ഓഫ് ലാ, അത് നിയമപരമായി നടത്തില്ല. ഓക്കെ, ഡീജുവർ. അടുത്ത ഡി നോസ് ജോർസ്, ഫ്രഞ്ച് ആണ്. അർത്ഥം കണ്ടംപററി, സമകാലിക, സമകാലികമായ. ഡി നോസ് ജോർസ് ഫ്രഞ്ച് ആണ്. അർത്ഥം കണ്ടംപററി. അടുത്ത് ഡിയോ ഗ്രേഷ്യസ്, ലാറ്റിൻ ആണ്. എന്താർത്ഥം? താങ്ക്സ് ടു ഗോഡ് അല്ലെങ്കിൽ ബി ടു ഗോഡ്, അല്ലെങ്കിൽ താങ്ക്സ് ടു ഗോഡ് അല്ലെങ്കിൽ ബി ടു ഗോഡ്, ഇതിലും വരാം. ഡി ഗ്രാഷ്യസ് ലാറ്റിൻ ആണ്. താങ്ക്സ് ടു ഗോഡ് അല്ലെങ്കിൽ ബി ടു ഗോഡ്. ഇത് ഡിയോ വോളന്റി, ലാറ്റിൻ ആണ്. അർത്ഥം ഗോഡ് വില്ലി, ഇതാണ് ഗോഡ് വില്ലി. ഇനി അടുത്തത് ഡി പ്രൊഫൻഡിസ്, ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? എക്സ്പ്രസിങ് വൺസ് ഡീപ്പസ്റ്റ് ഫീലിങ്സ്, ഒരാളുടെ ആഴത്തിലുള്ള വികാരത്തെ എക്സ്പ്രസ് ചെയ്യുന്നതിന് നമ്മൾ, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് നമ്മൾ ഡി പ്രൊഫൻഡീസ് എന്ന് പറയുന്നത്. ഇത് ഡി റിഗ്വയർ, അത് ഫ്രഞ്ച് ഫ്രേസ് ആണ്. എന്താർത്ഥം? ഓബ്ലിഗേറ്ററി, കർത്തവ്യപരമായിട്ടുള്ള, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ ചുമതല, കടപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ കടമ എന്നൊക്കെയാണ് ഡി റിഗ്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫ്രഞ്ച് ഫ്രേസ് ആണ്. അർത്ഥം ഓബ്ലിഗേറ്ററി. അടുത്തത് ഡെർണിയർ ക്രൈ, ഫ്രഞ്ച് ആണ്. അർത്ഥം എന്താണ്? ദ വെരി ലേറ്റസ്റ്റ് ഫാഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാഷൻ, നമ്മൾ ഡെർണിയർ ക്രൈ എന്ന് പറയുന്നത് അത് ഫ്രഞ്ച് ആണ്. അടുത്തത് ഡി ട്രോപ്പ്, എന്താണ്? ഫ്രഞ്ച് ഫ്രേസ് ആണ്.
അർത്ഥം നോട്ട് വാണ്ടഡ് അല്ലെങ്കിൽ സൂപ്പർഫ്ലസ്, അതായത് എക്സസീവ് ആയിട്ടുള്ള, ലിറ്ററലി പറയുകയാണെങ്കിൽ എക്സസീവ്, നമുക്ക് വേണ്ടാത്തത്, സൂപ്പർഫ്ലസ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഡി ട്രോപ്പ് എന്ന് പറയുന്നത് അത് ഫ്രഞ്ച് ഫ്രേസ് ആണ്. ഇനി അടുത്തത് ഡ്യൂസ് എക്സ് മെഷീന, ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? ആൻ അൺഎക്സ്പെക്ടഡ് ഈവന്റ് ദാറ്റ് സേവ്സ് ആൻ അപ്പാരന്റ്ലി ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. ഒരു പ്രതീക്ഷയില്ലായിരുന്ന കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഒന്ന് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതിന് നമ്മൾ ഡ്യൂസ് എക്സ് മെഷീന എന്ന് പറയും. An unexpected event that saves an apparently hopeless situation. Latin phrase ആണ്. അടുത്തത് ഡോൾസ് ഫാർ നിയൻറ്റി. എന്താണത്? ഇറ്റാലിയൻ ഫ്രേസ് ആണ്. അർത്ഥം പ്ലസന്റ് ഐഡിൽനെസ്, അതായത് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന, വെറുതെ എന്തെങ്കിലും ദുഃഖത്തോടെ ആലോചിച്ചിരിക്കുന്നതല്ല, നമ്മളന്നേരം വളരെ സന്തോഷത്തോടെ നമ്മൾ ഇരിക്കുന്ന സമയമാണ്. പക്ഷെ നമ്മൾ ചില വെറുതെ ഇരിക്കുന്നതിലും അല്ലെ, ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനകത്തും ദോഷം കണ്ടെത്തുന്ന ഉണ്ടല്ലോ. അത് നമ്മൾ ഇതിനൊക്കെ ഓരോന്നും നമ്മുടെ ഫാന്റസിയിലൊക്കെ ഇരുന്നു കൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നു. അതിന് നമ്മൾ ഡോൾസ് ഫാർ നിയൻറ്റി എന്ന് പറയുന്നത് അത് ഇറ്റാലിയനാണ്, പ്ലസന്റ് ഐഡിൽനെസ്. എന്നിട്ട് ഡോൾസ് വിറ്റ എന്താണ്? അത് ഇറ്റാലിയനാണ്. അർത്ഥം എ ലൈഫ് ഓഫ് പ്ലഷർ ആൻഡ് ലക്ഷറി, സ്വീറ്റ് ലൈഫ് എന്ന് നമുക്ക് ലിറ്ററലി പറയാം. നമ്മൾ 16ാമത് നോക്കാം. എന്താണ്? ഡോപ്പിൾ ഗാങ്, ജർമ്മൻ ആണ്. ആൻ അപ്പാരിഷൻ ഓർ ഡബിൾ ഓഫ് എ ലിവിങ് പേഴ്സൺ. അപരൻ നമുക്ക് പറയും, മലയാളത്തിൽ പറയുമ്പോൾ അപരൻ, ഒരാളെ പോലെ ഇരിക്കുന്ന മറ്റൊരാൾ, ഡോപ്പിൾ ഗാങ് എന്ന് പറയുന്നത്. ഇപ്പൊ ജർമ്മൻ. ഡബിൾ എൻഡൻട്രി, ഫ്രഞ്ച് ആണ്. ഓക്കെ, എന്താണ് അർത്ഥം? A word or phrase with two possible interpretations. രണ്ട് തരത്തിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്റർപ്രിട്ടേഷൻ ഉള്ള വേർഡോ അല്ലെങ്കിൽ ഫ്രേസോ നമ്മൾ ഡബിൾ എൻഡൻട്രി എന്ന് പറയും. അത് ഫ്രഞ്ച് ഫ്രേസ് ആണ്. ഇനി അടുത്തത് ഡ്രമാറ്റിസ് പേഴ്സണൽ, ലാറ്റിൻ ആണ്. എന്താണ്? ദ ക്യാരക്ടേഴ്സ് ഇൻ എ പ്ലേ. അടുത്തത് എംബറാസ് ഡി റിച്ചസി, ഫ്രഞ്ച് ആണ്. എന്താണ്? മോർ ഓപ്ഷൻസ് ഓർ റിസോഴ്സസ് ദാൻ വൺ നോസ് വാട്ട് ടു ഡു വിത്ത്. എന്താണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു വ്യക്തി അറിയുന്ന കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ചെയ്യണമോ, അതിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസും റിസോഴ്സസും വരുന്ന അവസ്ഥ നമ്മൾ എംബറാസ് ഡി റിച്ചസ് എന്ന് പറയുന്നത്. മോർ ഓപ്ഷൻസ് ഓർ റിസോഴ്സസ് ദാൻ വൺ നോസ് വാട്ട് ടു ഡു വിത്ത്. അത് ഫ്രഞ്ച് ഫ്രേസ് ആണ്. അടുത്ത് എമിനൻസ് ഗ്രിസെ, അതും ഫ്രഞ്ച് ആണ്. എന്താണ് അർത്ഥം? എ പേഴ്സൺ ഹു ഹാസ് പവർ ഓർ ഇൻഫ്ലുവൻസ് വിത്തൗട്ട് ഹോൾഡിംഗ് ആൻ ഒഫീഷ്യൽ പൊസിഷൻ. ഒരു ഔദ്യോഗിക പൊസിഷൻ വഹിക്കാതെ തന്നെ വളരെ പവറും ഇൻഫ്ലുവൻസുമുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തിയാണ് നമ്മൾ എമിനൻസ് ഗ്രേസ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് ആണ്. ലിറ്ററൽ മീനിങ് എന്ന് പറയുമ്പോൾ ഗ്രേ എമിനൻസ് എന്ന് പറയും. ഇനി നമുക്ക് നോക്കാം എൻ ഫാമിലി. എന്താണ്? ഫ്രഞ്ച് ആണ്. വിത്ത് വൺസ് ഫാമിലി അല്ലെങ്കിൽ ഇൻ ഇൻഫോർമൽ. അടുത്ത് ഇൻഫാന്റ് ടെറിബിൾ, ഫ്രഞ്ച് ആണ്. അർത്ഥം എന്താണ്? എ പേഴ്സൺ ഹൂസ് ബിഹേവിയർ ഈസ് അൺകൺവെൻഷണൽ ഓർ കോൺട്രവേഴ്സ്യൽ. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകൺവെൻഷണൽ ബിഹേവിയർ ഉള്ള പെരുമാറ്റമുള്ള വ്യക്തി, ആ വ്യക്തിയാണ് നമ്മൾ ഇൻഫാന്റ് ടെറിബിൾ എന്ന് പറയുന്നത്. അത് ഫ്രഞ്ച് ഫ്രേസ് ആണ്. അടുത്തത് എൻ മാസ്. ഇതാണ് ഫ്രഞ്ച് ആണ്. ഓൾ ടുഗദർ, മൊത്തത്തിൽ എല്ലാവരും കൂടെ. ഇന്നേ മാസ്, എൻ മാസ് കൊണ്ട് ഉദ്ദേശിക്കും. അടുത്ത എൻ പാസന്റ്, അത് ഫ്രഞ്ച് ആണ്. അർത്ഥം ബൈ ദ വേ. ഇനി 25ാമത് നമ്മൾ നോക്കാം. എൻറ്റൻറ്റെ കോർഡിയൽ, അത് ഫ്രഞ്ച് ഫ്രേസ് ആണ്. അർത്ഥം എന്താണ്? എ ഫ്രണ്ട്ലി അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റുകൾക്കിടയിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നതിനെ നമ്മൾ എൻറ്റൻറ്റെ കോർഡിയൽ എന്ന് പറയുന്നത്.
എ ഫ്രണ്ട്ലി അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എൻഡർ നോസ്. ഫ്രഞ്ച് ഫ്രേസ് ആണ്. ഇതാണ് ബിറ്റ്വീൻ അവേഴ്സൽസ്, നമ്മൾക്കിടയിൽ എന്നാണ് അർത്ഥം. എൻഡർ നോസ്. ഇനി അടുത്തത് എസ്പിരിറ്റ് ഡി കോർപ്സ്. ഫ്രഞ്ച് ആണ്. എന്താണ്? എ ഫീലിംഗ് ഓഫ് പ്രൈഡ് ആൻഡ് ലോയാലിറ്റി യുണൈറ്റിംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലെ ആൾക്കാരെ യുണൈറ്റ് ചെയ്യുന്നതിലുള്ള പ്രൈഡും ലോയാലിറ്റിയും, ആ ഒരു ഫീലിംഗ്, അതിനെ നമ്മൾ എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയും. അതാണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. ഫ്രഞ്ച് ഫ്രേസ് ആണ്. അത് എക്സ്ഗ്രേഷ്യ, ലാറ്റിൻ ആണ്. പേയ്മെന്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുക. എന്താണ്? ഗിവൺ ആസ് എ ഫേവർ, നമ്മൾ താല്പര്യത്തോടെ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ കൊടുക്കുന്നത്, ഇതിനേക്കാൾ അപ്പുറം. റാദർ ദാൻ ബിക്കോസ് ഓഫ് എനി ലീഗൽ ഒബ്ലിഗേഷൻ, ഏതെങ്കിലും നിയമപരമായിട്ടുള്ള കടപ്പാട് എന്നതിനേക്കാൾ അപ്പുറം നമ്മൾ സന്തോഷത്തോടെ, നമ്മൾ ഇഷ്ടത്തോടെ എന്തെങ്കിലും നമ്മൾ പേയ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക, അതിന് നമ്മൾ എക്സ്ഗ്രേഷ്യ എന്ന് പറയുന്നത്. അത് ലാറ്റിൻ ഫ്രേസ് ആണ്. ഇനി എക്സ് ഒഫിഷ്യോ, ലാറ്റിൻ ആണ്. ബൈ വെർച്യൂ ഓഫ് വൺസ് പൊസിഷൻ ഓർ സ്റ്റേറ്റസ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡ്യൂട്ടി ആണ് എക്സ് ഒഫിഷ്യോ ഉദ്ദേശിക്കുന്നത്. അത് ഫെയ്റ്റ് അക്കംപ്ലി, അത് ഫ്രഞ്ച് ആണ്. അതിനർത്ഥം എ തിങ് ദാറ്റ് ഹാസ് ബീൻ ഡൺ ഓർ ഡിസൈഡഡ് ആൻഡ് കനോട്ട് നൗ ബി ആൾട്ടേർഡ്. അതൊരു തീരുമാനിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള കാര്യം, അത് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തീരുമാനിച്ചെടുത്ത അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യം. ലിറ്ററൽ മീനിങ് എന്ന് പറയുമ്പോൾ അക്കംപ്ലിഷ്ഡ് ഫാക്ട്, സഫലീകരിക്കപ്പെട്ട കാര്യം ആണ് ഫെയ്റ്റ് അക്കംപ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പോവ് ഡി മേഴ്സ്, ഫ്രഞ്ച് ആണ്. ഫോർ വാണ്ട് ഓഫ് എ ബെറ്റർ ഓൾട്ടർനേറ്റീവ് ആണ് ആൻസർ. അടുത്തത് ഫോക്സ് പോസ്, അത് ഫ്രഞ്ച് ആണ്. എന്താണ്? മണ്ടത്തരം എന്നാണ്, ഭയങ്കര മണ്ടത്തരം, അല്ലെങ്കിൽ എംബറാസിംഗ് ബ്ലണ്ടർ ഓർ ഇൻഡിസ്ക്രിഷൻ ഇതാണ് ആൻസർ. അടുത്തത് ഫെമേ ഫെറ്റഡെ, ഫ്രഞ്ച് ആണ്. എന്താണ്? എ സെഡക്റ്റീവ് വുമൺ എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്തത് ഫെറ്റഡ് ഷാൻട്ര, ഫ്രഞ്ച് ആണ്. എന്താണ്? ആൻ ഔട്ട്ഡോർ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ എ ഗാർഡൻ പാർട്ടി. ഈ പറയുന്ന ഫോറിൻ ഫ്രേസുകളുടെ രണ്ടാമത്തെ, ആദ്യത്തെ പാർട്ടിന്റെയും നമ്മൾ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ആ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് ഞാൻ ആ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിന്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പഠിക്കണം. ഇത് തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഫിൻ ഡി സേക്കിൾ, ഫ്രഞ്ച് ആണ്. എന്താണ്? റിലേറ്റിംഗ് ടു ദ എൻഡ് ഓഫ് എ സെഞ്ചുറി, ഒരു നൂറ്റാണ്ടിന്റെ അവസാനവുമായി ബന്ധപ്പെട്ട് ആണ് ഫിൻ ഡി സേക്കിൾ എന്ന് പറയുന്നത്. ആ ഫ്രഞ്ച് ഫ്രേസ് ആണ്. ഫോഴ്സ് മെജർ, അതും ഫ്രഞ്ച് ആണ്. എന്താണ്? സുപ്പീരിയർ സ്ട്രെങ്ത് എന്നാണ്. ഫോളി ഡി ഗ്രാൻഡർ, അതും ഫ്രഞ്ച് ആണ്. എന്താണ്? ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡർ. അടുത്ത് ഗീഥൈ, അത് ഫ്രഞ്ച് ആണ്. എന്താണ് അർത്ഥം? എ സ്മാൾ ഫർണിഷ്ഡ് ഹോളിഡേ ഹൗസ് ഇൻ ഫ്രാൻസ് ആണ് ഗീഥൈ. അടുത്ത് ഗ്രാൻഡ് ഡേ, ഫ്രഞ്ച് ആണ്. എന്താണ്? എ വുമൺ ഹു ഈസ് ഇൻഫ്ലുവൻഷ്യൽ വിതിൻ എ പർട്ടിക്കുലർ സ്ഫിയർ, അല്ലെങ്കിൽ എ ഗ്രാൻഡ് ലേഡി എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. നമുക്ക് 40ാമത്തെ നോക്കാം. എന്താണ്? ഹൗട്ട് ടോയ്ച്ചർ, അത് ഫ്രഞ്ച് ആണ്. അതിനർത്ഥം ഡിസൈനിങ് ആൻഡ് മേക്കിംഗ് ഓഫ് ക്ലോത്ത്സ് ബൈ ലീഡിംഗ് ഫാഷൻ ഹൗസസ്, അല്ലെങ്കിൽ ഹൈ ഡ്രസ് മേക്കിംഗ് എന്നൊക്കെയാണ് ഹോട്ട് കോർച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രഞ്ച് ഫ്രേസ് ആണ്. അത് ഹൗട്ട് ക്വിസിൻ, അതും ഫ്രഞ്ച് ആണ്. എന്താണ്? ഹൈ ക്വാളിറ്റി കുക്കിംഗ് ആണ് ഹൗട്ട് ക്വിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗട്ട് മോണ്ടേ, അതും ഫ്രഞ്ച് ഫ്രേസ് ആണ്. എന്താണ് അർത്ഥം? ഫാഷനബിൾ സൊസൈറ്റി. ഹൗട്ട് മോണ്ടേ എന്നുള്ളതിന്റെ അർത്ഥം. ഹോഴ്സ് ഡി കോമ്പാറ്റ്,
അതും ഫ്രഞ്ചാണ്. അപ്പൊ എന്താണ്? ഔട്ട് ഓഫ് ആക്ഷൻ ഡ്യൂ ടു ഇഞ്ചുറി ഓർ ഡാമേജ്. ഏതെങ്കിലും പരിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഡാമേജ് കൊണ്ടോ പ്രവർത്തിക്കാതിരിക്കുക. അത് നമ്മൾ ഹോഴ്സ് ഡേ കോമ്പാറ്റ് എന്ന് പറയുന്നത്. അത് ഫ്രഞ്ച് ഫ്രേസ് ആണ്. അത് ഇഡിഫിക്സ്, അതും ഫ്രഞ്ച് ആണ്. എന്താണ്? ആൻ ഒബ്സഷൻ. ഇതാണ് ഇഡിഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻ ആബ്സെൻഷ്യ, ലാറ്റിനാണ്. ഇതാണ് ഇൻ ആബ്സെൻസ് എന്നാണ് അർത്ഥം. അടുത്ത് ഇൻ ക്യാമറ, നമുക്കറിയാം ലാറ്റിനാണ് ഇൻ പ്രൈവറ്റ്. അടുത്ത് ഇൻ എക്സ്ട്രീമിസ്, അത് ലാറ്റിനാണ്. എന്താണ്? എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അറ്റ് എ പോയിന്റ് ഓഫ് ഡെത്ത്, വളരെ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യം അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ ആണ് ഇൻ എക്സ്ട്രീമിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻ ലോക്കോ പാരന്റീസ്, എന്താണ്? ലാറ്റിൻ ഫ്രേസ് ആണ്. ഇൻ ദ പ്ലേസ് ഓഫ് എ പേരന്റ്. അടുത്തത് ഇൻ മീഡിയാസ് റെസ്, ലാറ്റിൻ ആണ്. ഇൻ ഓർ ഇൻ ടു ദ മിഡിൽ ഓഫ് ആണ് ഇൻ മീഡിയ റെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇൻ പ്രോപ്രിയ പേഴ്സോണ, ലാറ്റിൻ ആണ്. ഇതിനർത്ഥം ഇൻ ഹിസ് ഓർ ഹെർ ഓൺ. ഈ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ 50 ഫോറിൻ ഫ്രേസസ് പഠിച്ചു. അങ്ങനെ ഇതുവരെ നമ്മൾ മൊത്തത്തിൽ 100 ഫോറിൻ ഫ്രേസസ് പഠിച്ചു. ഇനി നമുക്കൊരു 50 കൂടെ പഠിക്കുമ്പോഴത്തേന് നമ്മുടെ 180 ഫോറിൻ ഫ്രേസസ് എന്ന് പറയുന്ന നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. ഓക്കെ, എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ കോഴ്സുകളിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ കമന്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ പറയുന്ന കോഴ്സുകളിൽ ചേരാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.